ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് സെറ്റ് സാരിയൊക്കെ ചുറ്റിയിട്ട് എങ്ങോട്ടാണ് യാത്ര എന്നല്ലേ? നമ്മുടെ ബാംഗ്ലൂരുണ്ട് കേട്ടോ. നാട്ടിലെ കുടുംബശ്രീ പോലെ ഒരു സ്ത്രീശക്തി സംഘടന, ലേഡീസ് മാത്രമായിട്ട്. അപ്പോൾ നാട്ടിലെ കുടുംബശ്രീ പോലെ തന്നെ ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടാവും. മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ മീറ്റിംഗ് ഒക്കെ വെക്കും. അതുപോലെ ഇങ്ങനെ ലോൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓരോരോ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഓണപ്പരിപാടിയായിരുന്നു കേട്ടോ ഇന്ന്. മെയിനായിട്ട് നമ്മുടെ ലീഡർ എന്ന് പറയുന്നത് ശശികല ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി വേണം ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യണതൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമിനൊക്കെ കൊണ്ടുപോകുന്നത് ഈ ആൻറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ഓണപ്പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോ സംഘം 4 സംഘമുണ്ട്. അതിൽ ഓരോ സംഘത്തിൽ 20 പേര് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ വന്നിട്ട് പൂവൊക്കെ പിച്ചിക്കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഒരു ആൻറ്റിയുടെ മോള് തന്നെയാണ് പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ചത്. അങ്ങനെ കുറച്ച് പേര് ചേർന്നിട്ട് പൂക്കളൊക്കെ ഇട്ടു കേട്ടോ. അതായിരുന്നു ഫസ്റ്റത്തെ പരിപാടി ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഫ്രണ്ടിൽ ഹാളിലിട്ടു. അതിന് ശേഷം പുറത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡോറിൻ്റെ അവിടെ ഇട്ട് പുറത്തും ഒരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൂക്കൾ കേട്ടോ. അങ്ങനെ 2 പൂക്കളാണ് അന്ന് രാവിലെ ചെയ്ത പരിപാടി കേട്ടോ. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെയാണ്. ഒന്നാമത് ലീഡേഴ്സിൻ്റെ തിരുവാതിരയാണ് മെയിനായി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കവിതയോ പാട്ടോ ഡാൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ വെൽ ഓർഗനൈസ്ഡ് ഒന്നും ആയിരുന്നില്ല. നമുക്കപ്പോൾ സ്പോട്ടിൽ ചെയ്യായിരുന്നു പരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സംഘത്തിൽ തന്നെ 2 ആൻറ്റിമാർ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയതാണ് കേട്ടോ. അങ്ങനെ ഇവർ കുറേ ഭക്തിഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിച്ചോളൂ. ലാസ്റ്റ് ഞങ്ങളും കയറി പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഗസ്റ്റ് വരുന്നേക്കാൾ മുമ്പ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ദാസരള്ളിയുടെ MLA ആയിരുന്നു. മുൻരാജ് സാറും വൈഫും ആയിരുന്നു കേട്ടോ ഗസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ പാട്ടൊക്കെ പാടാമെന്നും പറഞ്ഞിട്ട് പാട്ട് പാടലും കവിത ചൊല്ലലും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്ത് എന്നെ സഹായിച്ചത് ഉഷ ചേച്ചിയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉഷ ചേച്ചി വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വീഡിയോസൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു ഓണ വീഡിയോ ആക്കിയിട്ട് നമുക്കങ്ങ് യൂട്യൂബിൽ ഇടാമെന്ന്. എന്താണെങ്കിലും നമ്മുടെ സംഘത്തിൻ്റെ പരിപാടിയല്ലേ, അപ്പോൾ കുറച്ച് പേരങ്ങ് അറിയട്ടെ എന്ന് കൂടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പേര് പ്ലാൻ ചെയ്തിട്ട് മാവേലി നാടുവാണിയുടെ കാലം പാടാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവർ ആൻറ്റിമാരും നമ്മളും കൂടിയിട്ട് പാടി. ഞാനുണ്ട്, കൃതിക്കുണ്ട്, പിന്നെ രേഖ ചേച്ചിയുണ്ട്, പിന്നെ 2 ആൻറ്റിമാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കൂടിയിട്ടാണ് മാവേലി നാടുവാണിയുടെ കാലമൊക്കെ പാടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാട്ടും കൂടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ കുറേ കവിത ചൊല്ലലും പിന്നെ നല്ല പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ പിള്ളേരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 ആൾക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു പാട്ടും കൂടി പാടാൻ അങ്ങ് പ്ലാൻ ചെയ്ത് നമ്മൾ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ ആ പാട്ട് നമ്മളങ്ങ് കുറച്ച് പാടിയിട്ടുണ്ട്. അധികമൊന്നും പാടിയില്ല. പിന്നെ തോന്നി ഫുള്ളങ്ങ് പാടായിരുന്നു എന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനും. അപ്പം ഞങ്ങളിതാ പാട്ടൊക്കെ പാടിയിട്ട് പ്ലേസിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഒരാളെ കാണാനില്ല. അപ്പോൾ രേഖ ചേച്ചി അവിടെ നിന്ന് കവിത ചൊല്ലുമായിരുന്നു. നല്ല കവിതയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചേച്ചിയുടെ കവിതയായിരുന്നു കേട്ടോ നെക്സ്റ്റ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും കുറേ പാട്ട് പാടലും കവിത ചൊല്ലലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഗസ്റ്റ് വരവായി. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ശിങ്കാരിമേളായിരുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സീനൊക്കെ കാണും. അപ്പോൾ ഇതാണ് ഗസ്റ്റ്, മുൻരാജ് സാർ MLAയുടെ വൈഫാണ്.
അപ്പോൾ ഇതാണ് ട്ടോ നമ്മുടെ ഗസ്റ്റ്. അപ്പോൾ അവരങ്ങനെ സ്റ്റേജിൽ കയറി. ഇനിയും കുറച്ച് സ്പീച്ചും പ്രാർത്ഥനയും അങ്ങനെ വിളക്ക് കൊളുത്തലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവരിങ്ങനെ സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ തിരുവാതിര ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ലീഡേഴ്സിൻ്റെ തിരുവാതിരയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് തിരുവാതിരയൊക്കെ കളിച്ചിട്ട് പാട്ടായിരുന്നു കേട്ടോ അടുത്ത പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ സംഘത്തിൽ തന്നെയുള്ള ഒരു ചേച്ചിയുടെ മോള് പഠിപ്പിച്ചു കൊടുത്ത തിരുവാതിര എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞു. ഇനി ഇതാ ശിങ്കാരിമേളമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അടിപൊളിയായിട്ട് ശിങ്കാരിമേളമൊക്കെ അവർ നന്നായി ചെയ്തു. സ്റ്റേജിലൊക്കെ കയറിയെന്ന് കുറേ സമയം കൊട്ടുന്നുണ്ടായിരുന്നു. ഇവരെ സമ്മതിക്കണമല്ലോ ഈ ശിങ്കാരിമേളമൊക്കെ ചെയ്യുന്നവരെ. എത്ര നേരം ഇവർ എനർജി നന്നായി ചെയ്യുക, നല്ല എനർജിയും വേണം. അങ്ങനെ കുറേ നല്ലൊരു പരിപാടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്.
ചിങ്കാരിമേളൊക്കെ കഴിയാറായി. സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ധൃതിയിലായിരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല വിശപ്പോടുകൂടി നന്നായി ആസ്വദിച്ച് തന്നെ ഫുഡ് കഴിച്ചു. പിന്നെ ഇത് നമ്മളെടുത്ത ഓരോരോ ഫോട്ടോസാണ് കേട്ടോ, ഓരോ സംഘത്തിൻ്റെയൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുത്ത ഫോട്ടോസ്. പിന്നെ മൊമൻറ്റോ കൊടുത്ത് അത് അടിപൊളിയായിരുന്നു കേട്ടോ. മുൻരാജ് സാറിനും വൈഫിനും കൂടി മൊമൻറ്റോ കൊടുത്താണ് ഇത്. അപ്പോൾ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഷോൾ ഇടിയലും ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. അപ്പോൾ ഇത് അതുപോലെ ഈ പൂക്കൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു. ലിജി ആൻറ്റിയുടെ മോളാണ് ഇട്ടുണ്ടായിരുന്നത്. അതും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം കുറച്ച് ഫോട്ടോസ്. നമ്മുടെ ഫോട്ടോസ് ഇല്ലാതെ പിന്നെ നമുക്ക് എന്ത് ആഘോഷം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ. ബൈ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു. നാട്ടിൽ ഓണം കഴിഞ്ഞാലും ബാംഗ്ലൂരിലെ ഓണപരിപാടികൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വീഡിയോ എടുത്ത് സഹായിച്ച ഉഷ ചേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ് ടു. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഫ്രം ബാംഗ്ലൂർ. ബൈ ബൈ.